അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു യങ് ബോയിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ സമ്മറിയിലോട്ട് കടക്കാം. ഇതിലെ നറേറ്റർ ഒരിക്കൽ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു സ്മോൾ സ്നേക്കിനെ ട്രാപ്പ് ചെയ്യാണ്. അതായത് ട്രാപ്പായി കിടക്കുന്നത് കാണാണ് കോക്കനട്ട് ഷെല്ലിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ നറേറ്റർ അത് അയാളുടെ ഗ്രാൻഡ് മദറിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലത്തെ നറേറ്റർ എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ആണ്. അപ്പോൾ ഈ ഒരു നറേറ്റർ കാണിച്ചു കൊടുത്ത സ്നേക്കിനെ കണ്ടപ്പോൾ ഗ്രാൻഡ് മദർ വളരെ പാനിക്കായി ഗ്രാൻഡ് ഫാദറിനെ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഷെല്ലെടുത്തിട്ട് കോക്കനട്ട് ഷെല്ലെടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ വലിച്ചെറിയുമ്പോൾ അതിൽ നിന്ന് സ്നേക്ക് പുറത്ത് വീണിട്ട് അതങ്ങനെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് സ്നേക്ക്. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ് മദർ പറയുന്നുണ്ട്, ഇനി ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ സ്നേക്ക് ഉണ്ട്, അപ്പോൾ അത് ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഈ യങ് ബോയും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈ ഒരു യങ് ബോയിനെ വോൺ ചെയ്യുന്നുണ്ട്, ഒരിക്കലും സ്നേക്കിൻ്റെ അടുത്തേക്ക് പോകരുത്, കാരണം സ്നേക്ക് വളരെ ഡേഞ്ചറാണ്, കൊത്തിയാൽ നമുക്ക് വിഷയേൽക്കും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അതിനെ പേടിപ്പിച്ച് നിർത്താണ് യങ് ബോയിനെ. അങ്ങനെ ലേറ്റർ ദാറ്റ് ഈവനിങ് ആയൊരു സമയത്ത് ഈ നറേറ്റർ ബീനെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ചെയ്യുന്നത്. അതായത് തേനീച്ചകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹളത്തിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് ഇവൻ്റെ ഒരു അലർച്ച കേൾക്കുന്നത്. ഈ യങ് ബോയുടെ ഒരു കരച്ചിൽ കേൾക്കുന്നത്. ഇവൻ കരയണത് എന്ത് പറഞ്ഞിട്ടാണ്? തേനീച്ചാണ് ഇവനെ കുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഇവൻ്റെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ മിസ്റ്റേക്കൺ ചെയ്തത് ഇവനെ പാമ്പ് കടിച്ചു എന്നാണ്. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് പാനിക്കാവാണ് രണ്ടുപേരും. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ അപ്പോൾ തന്നെ വിളിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ കയ്യിലുള്ള ബ്ലൂ മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഫിംഗറിൽ. അപ്പോൾ അവർ തോന്നുകയാണ് അത് സ്നേക്ക് കടിച്ചത് തന്നെയാണെന്നുള്ളത്. അവർ ആ ഒരു ചിന്തയിൽ അവർ തീരെ ഡിലേ ചെയ്യാതെ അപ്പം തന്നെ ഗ്രാൻഡ് ഫാദർ ഈ കുട്ടീനെ എടുത്തുകൊണ്ട് ഓടും. അവരുടെ വീടിൻ്റെ കുറച്ച് ദൂരത്താണ് ഒരു ഓൾഡ് മാൻ ഉള്ളത്. അത് ഈ വിഷം തട്ടിയാൽ അതിനൊക്കെ ചികിത്സിക്കാൻ പറ്റിയ ഒരു അറിവുള്ളൊരു ഓൾഡായിട്ടുള്ളൊരു മാൻ ഉണ്ട്. അപ്പോൾ അയാളുടെ വീടിൻ്റെ അവിടേക്ക് ഈ ഒരു കുട്ടീനെ എടുത്തുകൊണ്ട് ഓടാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടി അവിടെ എത്തിയതിന് ശേഷം ഈ ഓൾഡ് മാന് ഈ കുട്ടീനെ നന്നായിട്ട് പരിശോധിക്കും. അപ്പോൾ ഫിംഗറൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തെത്തിയ ആദ്യം തന്നെ ആ നറേറ്ററിനെ യങ് ബോയിനെ ഓൾഡ് മാൻ അവിടെ ഇരുത്തി അതിനുശേഷം കുറച്ച് മന്ത്രാസൊക്കെ ഇങ്ങനെ റിസൈറ്റ് ചെയ്യും. ആ കുട്ടീനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്നേക്ക് ബൈറ്റ് പെട്ടെന്ന് തന്നെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ആദ്യം തന്നെ മന്ത്രങ്ങളാണ് ചൊല്ലുക. അതുപോലെ തന്നെ നറേറ്ററിന് ആഗ്രഹമുണ്ട് അവനെ പാമ്പല്ല ഒരു തേനീച്ചയാണ് കുത്തിയെന്ന് പറയണമെന്ന്. പക്ഷേ ഗ്രാൻഡ് ഫാദർ അവനെ കൊണ്ട് സംസാരിക്കാൻ തന്നെ അനുവദിച്ചില്ല, കാരണം അവർ അത്രയും പാനിക്കായിട്ടിരുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു പെയിൻ അവസാനിച്ചു. ഒരു തേനീച്ച കുത്തിയാൽ കുറച്ച് ടൈമിനല്ലേ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു വേദന അവസാനിച്ചു. ആ സമയത്ത് ഈ ഓൾഡ് മാൻ കംപ്ലീറ്റഡ് അയാളുടെ എല്ലാ മന്ത്രാസും മറ്റുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അതും അയാൾ അവസാനിപ്പിച്ചു. ഇവനക്ക് കുടിക്കാനൊക്കെ വെള്ളം കൊടുത്തു. എന്നിട്ട് ഓൾഡ് മാൻ അയാൾ തന്നെ മിസ്റ്റേക്കൺലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയാളൊരു റിയൽ ആയിട്ടുള്ളൊരു സ്നേക്ക് ബൈറ്റ് ചെയ്ത ഒരാളെ ക്യൂർ ചെയ്തെടുത്തു എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഈ ഒരു ഓൾഡ് മാനോട് താങ്ക് യു ഒക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദർ ഇയാൾക്ക് കുറച്ച് ഗിഫ്റ്റ്സും കുറേ ക്യാഷൊക്കെ ഓഫർ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാണ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒരു തീമാണ്. ഫാമിലി ലവ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായോ വന്നാൽ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോവുക. അപ്പോൾ ഇവിടെ പാമ്പ് കടിച്ചു, അതിൻ്റെ ചികിത്സക്കായിട്ട് എന്താ ചെയ്യുന്നത്? മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫാമിലി ലവ് കാണാൻ പറ്റും. ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും അവരുടെ ചിൽഡ്രനോടുള്ള ഒരു കെയറും ലവൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റുന്ന അടുത്തൊരു തീമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു സ്റ്റോറിയിൽ കംപ്ലീറ്റ്ലി അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കുട്ടീനെ സ്നേക്ക് ബൈറ്റ് കിട്ടുന്ന സമയം തൊട്ട് കുട്ടിയുടെ ആ ഒരു എന്താ പറയുക, സ്നേക്ക് ബൈറ്റ് ആണെന്ന് മിസ്റ്റേക്കൺ ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ക്യൂർ ആവുന്നത് വരെയും ആ ഒരു തീം നിലനിൽക്കുന്നുണ്ട്.